ലെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. ഓണക്കാലം വരികയാണ്. ഓണക്കാലത്താണല്ലോ യാത്രകൾ കൂടുതലായും ചെയ്യുന്നത്. പ്രത്യേകിച്ചും പുറം നാടുകളിൽ നിന്നും മലയാളികൾ ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് എത്താറുണ്ട്. ഒപ്പം തങ്ങളുടെ അരുമകളായ നായ്ക്കളെയും കൂടെ കൂട്ടാറുണ്ട്. ഈ യാത്ര ചിലപ്പോൾ കാറിലാവാം, അല്ലെങ്കിൽ ട്രെയിനിലാവാം. ഈ ഒരു അവസരത്തിൽ ട്രെയിനിൽ ഒരു നായയുമായി എങ്ങനെ യാത്ര ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നത്. സാധാരണ നായയുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ അതൊരു ചെറിയ നായക്കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടകളിലോ അല്ലെങ്കിൽ ചെറിയ ബാഗുകളിലോ ആയി നമുക്ക് ട്രെയിനിൽ സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ ബോഗികളിൽ യാത്ര ചെയ്യാവുന്നതാണ്. എന്നാൽ മുതിർന്ന നായയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധാരണ പോലുള്ള ഒരു യാത്ര ഒരിക്കലും അനുവദനീയമല്ല. ഒരു മുതിർന്ന നായയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ട്രെയിനിൽ ഉടമയോടൊപ്പം യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ AC ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ അല്ലെങ്കിൽ AC ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ മാത്രമേ മുതിർന്ന നായയുടെ ട്രെയിൻ യാത്ര ഇന്ത്യൻ റെയിൽവേ നിയമപ്രകാരം അനുവദനീയമായിട്ടുള്ളൂ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ പെറ്റ് ഓണർ അല്ലെങ്കിൽ ഉടമയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടിക്കറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ID കാർഡും തിരിച്ചറിയൽ രേഖകളും കയ്യിൽ കരുതിയിരിക്കണം. നായയ്ക്ക് ലീഷ് ഉണ്ടായി ലീഷിൽ നായയെ വളരെ ഭദ്രമായി കെട്ടിയിടുകയും വേണം. മറ്റ് യാത്രക്കാർക്ക് അലോസരമുണ്ടാകാത്ത രീതിയിൽ വേണം നായ്ക്കളെ ഇത്തരത്തിൽ ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ കൊണ്ടുപോകേണ്ടത്. എന്നാൽ മറ്റ് യാത്രക്കാർ എന്തെങ്കിലും അസൗകര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നായയെ നമുക്ക് ലഗേജ് കം ബ്രേക്ക് വാനിലേക്ക് മാറ്റേണ്ടതായും വരും. കഴിയുന്നതും ഇങ്ങനെയുള്ള ട്രെയിൻ യാത്രകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നായയുടെ കയ്യിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ടാഗ്, ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു ടാഗ് രേഖപ്പെടുത്തി കെട്ടുന്നത് നന്നായിരിക്കും. ഇനി മുതിർന്ന നായ ആയാലും നായക്കുട്ടി ആയാലും മുൻകൂർ ബുക്കിങ്ങോടെ നമുക്ക് ലഗേജ് കം ബ്രേക്ക് വാനിൽ കൊണ്ടുവരാവുന്നതാണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നാം ലഗേജ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബുക്ക് ചെയ്യുന്ന ഒരു നിശ്ചിത ഭാരത്തിനനുസരിച്ച് അതിൻ്റെ പ്രായത്തിനനുസരിച്ച് ഒരു നിശ്ചിത ചാർജ് ലഗേജ് ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ലഗേജ് വാനിൽ ഗാർഡിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും നായയെ കൊണ്ടുവരിക അല്ലെങ്കിൽ നായ യാത്ര ചെയ്യുക. ഇടയ്ക്കിടെ നായയ്ക്ക് ആവശ്യമായ വെള്ളം, ആഹാരം അല്ലെങ്കിൽ ട്രീറ്റുകൾ ഇതൊക്കെ ഈ യാത്രക്കിടയിൽ ഈ ലഗേജ് വാനിൽ കരുതുകയും വേണം. നായയ്ക്ക് നിശ്ചിത ഫീസ് ലഗേജ് ചാർജായി അടയ്ക്കുകയും വേണം. ഈ രസീത് ഒരു കോപ്പി ഉടമയുടെ കയ്യിലും ഒരു കോപ്പി നാം ഗാർഡിൻ്റെ കയ്യിൽ കാണിക്കുകയും വേണം. ഇങ്ങനെ ടിക്കറ്റുള്ള അല്ലെങ്കിൽ ലഗേജ് ഫീസ് അടച്ച ഒരു നായയെ ഗാർഡിൻ്റെ മേൽനോട്ടത്തിൽ ലഗേജ് കം ബ്രേക്ക് വാനിൽ യാത്രയ്ക്കായി കൂട്ടുകയാണ് പതിവ്. യാത്രയുടെ അവസാനം എത്തുന്ന സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ കയ്യിലുള്ള രസീതിൻ്റെ കൗണ്ടർ ഫോയിൽ അവിടെ കാണിക്കുകയും നമുക്ക് നായയെ തിരികെ കൈപ്പറ്റാവുന്നതുമാണ്. എന്നാൽ നായ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നാശനഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിന് റെയിൽവേക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നായ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും ഇങ്ങനെയുള്ള യാത്രയിൽ നായ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിലും റെയിൽവേക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് മുമ്പായി 3 മണിക്കൂർ മുമ്പെങ്കിലും നായയെ ലഗേജ് ഓഫീസിൽ എത്തിക്കുകയും വേണം. ഈ യാത്രയ്ക്ക് ഒപ്പം കരുതേണ്ട ചില രേഖകൾ കൂടിയുണ്ട്. നായയുടെ വർഗം, നായയുടെ പ്രായം, ലിംഗം എന്നിവ സൂചിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ടു ട്രാവൽ, അതായത് യാത്രയ്ക്ക് അനുയോജ്യമാണ് എന്ന് കാണിക്കുന്ന വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇതിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ പ്രത്യേകം രേഖപ്പെടുത്തേണ്ടത് ഉണ്ട് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്
യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 12 മണിക്കൂർ മുമ്പ് മാത്രം വാലിഡിറ്റി ഉള്ളതായിരിക്കും. ഈ യാത്രയിൽ നായയ്ക്കാവശ്യമായ കുടിവെള്ളം, നായയ്ക്കാവശ്യമായ ആഹാരം, ഭക്ഷണം, ട്രീറ്റ് ഇതെല്ലാം ഗാർഡിനെ ഏൽപ്പിക്കുകയും വേണം. ഇത്തരത്തിൽ നായയോടൊപ്പമുള്ള യാത്ര സുഗമമാക്കാൻ സന്തോഷകരമായി നമ്മുടെ നാട്ടിലെത്തി ഓണം ആഘോഷിക്കുകയോ മറ്റ് വിശേഷ അവസരങ്ങളിൽ വീട്ടുകാർക്കൊപ്പം നായയ്ക്കും എത്താനായി ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനം എല്ലാ നായപ്രേമികൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ബൈ.